അല്ല ഈ അടുക്ക് എന്താണ് മറ്റേ ഫോർച്യൂണറിന്റെ ഒരു കാറിന്റെ ഒരു സംഭവം ഇല്ലേ, അതിന്റെ സ്റ്റോറി ഉണ്ടല്ലോ ചേട്ടന്റെ തന്നെ. അത് പറഞ്ഞിട്ട് വേണം എന്നെ എടുത്തിട്ട് അലക്കാൻ. അത് കേട്ടോ ഇപ്പൊ അറിഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളെ കുടുകുടാന്ന് കരയിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മുടെ ഈ ഫീൽഡ് ഇൻഡസ്ട്രി, ഈ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ സ്വന്തം കഴിവ് കൊണ്ട് അടിപൊളിയായി വന്ന കുറച്ച് ആൾക്കാരാണ്. കുറച്ചൊന്നുമില്ല, 3 പേര്. അവർ അടിപൊളി ആൾക്കാരാണ്. നമുക്കപ്പോൾ അവരെ പരിചയപ്പെടാം. ബിനു ചേട്ടൻ, നമ്മുടെ ധർമ്മജൻ ചേട്ടൻ, പിന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ്, നമുക്ക് ഈ ദേഷ്യപ്പെടാനും അതുപോലെ കരയിക്കാനൊക്കെ വലിയ പാടൊന്നും ഇല്ലല്ലോ. ദേഷ്യപ്പെടാൻ വലിയ പാടില്ലേ? എന്നാലും പാടല്ലേ. എന്നാലും ഈ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ടാലന്റ് തന്നെ വേണം, അല്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ അതിന്റെ സീക്രട്സ് എന്താണ്? ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. സാധനം ഞങ്ങൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാരും കോമഡിക്കാരാണ്. ഈ മനസ്സിൽ കുറച്ച് നന്മ ഉണ്ടായാലും നമുക്ക് നല്ലോണം ചിരിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് നന്മയില്ലെന്നാണോ ചേട്ടാ പറഞ്ഞത്? അതല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു കണ്ടന്റ് കണ്ടെത്തിയാൽ കോമഡി കണ്ടെത്തുക എന്ന് പറയില്ലേ, അപ്പൊ അതിൽ ചിരിക്കാനുള്ളൊരു, ഞാൻ ഓൾറെഡി റൈറ്റർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിരിക്കാനുള്ള എന്ത് സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന് എഴുതും. അപ്പൊ അത് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല. പക്ഷെ അതാണ് അതിൻ്റെ കണ്ടന്റ്. മഞ്ജു ഒക്കെ എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്തു എന്ന ആൾക്കാരാണ്. അവർക്ക് ഇത് കൊടുത്താൽ മതി, അവരതിനെ വേറെ ലെവലിലേക്ക് ഉയർത്തും. അടിപാലികളിലാണെങ്കിലും ഉയർത്തും. ഞാൻ ഇതിനെ കൊണ്ട് എഴുത്തായിരുന്നു എൻ്റെ, അല്ലെങ്കിൽ എഴുത്തൊന്നുമല്ല. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സാധനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി വേണം പൊക്കിക്കൊണ്ടുവന്ന് അത് മേളിലാക്കി തരും. നമ്മൾ ചെയ്യണ ചെറിയ സാധനം, നമ്മൾ എഴുതി വെക്കണ ചെറിയ സാധനം ഇവര് മേളിലാക്കി തരും. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. സാധനം മേളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞങ്ങൾ വേണം. അടിസ്ഥാനം വേണം. അടിസ്ഥാനം ഉണ്ടായിട്ട് പൊക്കുക എന്നുള്ളതാണ് സംഭവം. അങ്ങനെ വളർന്നു വന്ന ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ 3 പേര്. സ്കിറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ചേട്ടനാണെങ്കിലും മറ്റേ സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുപാട് പെർഫോം ചെയ്തും. പിന്നെ അപ്പൊ അതാണോ ഇഷ്ടം, അത് മൂവിയിൽ ചെയ്യാനാണോ ഇഷ്ടം? മീൻസ് സ്റ്റേജ് പെർഫോമൻസ് ആണോ ഇഷ്ടം? ആർട്ടിസ്റ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തും പെർഫോം ചെയ്യാൻ വേദി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എല്ലാം ഒരുപോലെയാ. ടിവിയിൽ ചെയ്തിട്ടുണ്ട്, സിനിമയിൽ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സ്റ്റേജിലും. അത് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ചേട്ടൻ ഈ കൗണ്ടേഴ്സ് ഒക്കെ എങ്ങനെയാ സെറ്റപ്പ്? അല്ല എനിക്ക് മനസ്സിലാവില്ല, കുറെ വരുന്നുണ്ട്. ഇല്ല, ഇത് അതൊക്കെ നമ്മൾ എഴുതി വെക്കണമൊന്നും അല്ലെന്നേ. നമ്മുടെ ഇഷ്ടത്തിനുള്ള ആളുകൾ നമ്മുടെ കൂടെ കൂടുമ്പോൾ അവരിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ 3 ആൾ ഇരിക്കുമ്പം, ഇപ്പോൾ മഞ്ജേച്ചിയാണെങ്കിലും ഒരു സംഭവം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് അവിടെ ഏറ്റുപിടിക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് അതിനപ്പുറത്ത് ഇങ്ങോട്ട് ഇട്ട് തരുന്നൊരു അപ്പോൾ നമ്മൾ അതാണ് എല്ലാവരും അങ്ങനെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ സ്ഥിരം ഞാൻ എന്താണ്ട് കോമഡി സ്റ്റാർ മുതൽ റിയാലിറ്റി ഷോയുടെ ആ ഭാരം തലയിൽ കയറി നിൽക്കുക. എന്തോ ഒരു ഭാരം ചുമ്മാ തലയിലിരിക്കുക. അത് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. റിയാലിറ്റി ഷോ കഴിഞ്ഞ് അടുത്ത ഷോ വന്നാലും നമുക്ക് അതേ ടെൻഷൻ ആയിരുന്നല്ല. നമുക്ക് തരുന്ന ആ സംഭവം എത്രത്തോളം ഭംഗിയാക്കണം, അങ്ങനെ ആക്കിയിട്ട് അത് കിട്ടി, അത് സംപ്രേഷണം ചെയ്തിട്ട് പുറത്തു വരുമ്പോൾ നമ്മളോട് പറയും, ചേട്ടാ മറ്റേ സംഭവം നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമില്ലേ, ആ ഊർജ്ജമാണ് നമുക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്ത് നമുക്ക് അടുത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ പോകണം. അല്ല ഈ അടുക്ക് എന്താണ് മറ്റേ ഫോർച്യൂണറിന്റെ ഒരു കാറിന്റെ ഒരു സംഭവം ഇല്ലേ, അതിന്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ ചേട്ടന്റെ തന്നെ. കാറ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? കാർ ഇഷ്ടപ്പെടണം? അല്ല, ചേട്ടന് സ്പെഷ്യലി ഇഷ്ടപ്പെട്ട ഒരു ഫോർച്യൂണറിന്റെ ഒരു ഇന്റർവ്യൂല് ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫോർച്യൂണർ കാറിന്റെ എന്തൊരു സ്റ്റോറി. അത് പറഞ്ഞിട്ട് വേണം എന്നെ എടുത്തിട്ട് അലക്കാൻ. അങ്ങനെയൊന്നുമില്ല, ഒരാഗ്രഹം, ചെറിയ ചെറിയ ഒരു ഫോർച്യൂണർ എടുത്തു. അത് അതായത് എൻ്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോണത്
ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് അവർ വണ്ടി ഉണ്ട്, അവർ വരുന്നു, എല്ലാം കൂടെ ഇതിനകത്ത് കയറി ഇതിനകത്ത് കൊള്ളൂല്ലാത്ത ബാക്കി ആളുകൾ ആണ് അടുത്ത വണ്ടിയിൽ കയറുകയുള്ളൂ. അങ്ങനെയാണ് പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ പോകും. പിന്നെ നമുക്ക് ട്രൂപ്പുണ്ട്. ആ ട്രൂപ്പിൽ പോകുമ്പോഴും ഞങ്ങൾ എത്ര പേര് പല വണ്ടിയിൽ വന്നാലും എല്ലാവരും ഇതിനകത്ത് കയറി ഞങ്ങൾ ഇതിനകത്താണ് പോയത്. അവിടെ നിന്ന് ഇങ്ങനെ കിട്ടി വർത്താനം പറഞ്ഞ് പോകണ സെവൻ സീറ്റർ വണ്ടി എടുക്കുക എന്നുള്ളത് എന്റെയും ഒരു എനിക്ക് 7 സീറ്റർ വണ്ടിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് പേരെ കൂടി കൂടുതൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളിയുടെ വീട്ടില് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് ഇതാകുന്നില്ല, അതാണ് നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ചേട്ടന് എന്താണെന്നാണ് ആഗ്രഹം? ആർട്ടിസ്റ്റേ വിടും, അതില്ല ഇല്ല, പക്ഷെ എന്തായിരിക്കും ആവാൻ ആഗ്രഹം? അതല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ യോഗ്യത അനുസരിച്ചിട്ട് ആർട്ടിസ്റ്റ് അല്ല, ഞാൻ പാട്ട് പാടുമായിരുന്നു. ചെറുതായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പൊ പിന്നെ എനിക്കൊരു പാട്ട് കേട്ടേ പറ്റൂല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡുവറ്റ് വെച്ച് മഞ്ജു നന്നായിട്ട് പാടും. മഞ്ജു പാടും. തികഞ്ഞ കലാകാരിയൊക്കെയാണ്. ഒരു ക്യാരക്ടറൊക്കെ കൊടുത്താലേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. മഞ്ജു വെറുതെ ഇരിക്കുമ്പോഴും വെറുതെ പാടിക്കൊണ്ടിരിക്കും. ഞാനേ എനിക്ക് ധർമ്മൂനെ പറ്റിയുള്ളൊരു ഓർമ്മ എന്താന്ന് വെച്ചാല്, ഞാനൊന്നും അന്ന് സിനിമയിൽ വന്നിട്ടില്ല. പാപ്പി അപ്പച്ച ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ എനിക്ക് അപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു ഈ മനുഷ്യൻ. നമ്മുടെ ദിലീപേന്റെ ഒരു ഇന്റർവ്യൂ കേൾക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂല് പറയാണ്, ഞാൻ വലിയ കാര്യത്തിന് ധർമ്മജനെ വിളിച്ചു പറഞ്ഞു, ധർമ്മജ നിങ്ങളാണ്. അപ്പൊ ധർമ്മു മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. സിനിമയിലൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. ഇല്ല, ധർമ്മജനാണ് എന്റെ ഫ്രണ്ടായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോ ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നു അപ്പുറത്തുനിന്ന്, ആണോ താങ്ക് യു അങ്ങനെ പറയുന്നു വിചാരിക്കുന്നു. പക്ഷെ ആണോ ശരിയാ ഓക്കെ അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു മനുഷ്യന് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ആരാണെങ്കിലും എക്സൈറ്റഡ് ആയി പോവില്ലേ? പക്ഷെ ധർമ്മജനെ നേരിട്ട് കാണുമ്പോ മനസ്സിലാകും ഇങ്ങനെ തന്നെയാണ് ഇങ്ങോര് ഇങ്ങനെ ഞാൻ മഞ്ജുവായിട്ട് അപ്പോഴും അഭിനയിക്കുകയാണ്, കാണിച്ചു അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഈ മഞ്ജുവിന് ഞാനൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തു, ഒരു നല്ല ഡയറക്ടർ. അപ്പൊ മഞ്ജുവിനോട് പറഞ്ഞു, എനിക്ക് ബിഗ് ബോസിലേക്ക് കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഇതാണ്. അപ്പൊ ഞാൻ മഞ്ജുവിനെ അറിയാൻ പറ്റട്ടെ അതൊക്കെ എൻ്റെ വിഷമം. ഞാൻ വിളിച്ചിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോകണേന്ന്. അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ മനസ്സിലല്ല. അത് മഞ്ജു ബിഗ് ബോസിലേക്ക് പോയി. മഞ്ജു പറഞ്ഞു, എനിക്ക് വീട് വെക്കണം, കുഞ്ഞുങ്ങളൊന്ന് സേഫ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. വീട് വെക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അത് ഞാൻ സിനിമയ്ക്ക് വന്നാൽ എനിക്ക് അത്ര പൈസ കിട്ടില്ല. ഇതിന് പോയൊരു നിശ്ചിതമായ പൈസ കിട്ടും. അതിന് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എന്താണ് വയ്ക്കോ മഞ്ജു വയ്ക്കോ എന്ന് ഇല്ലേ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതാ. അന്നൊരു വലിയ സിനിമയെന്നാണ്, ദിലീപേട്ടൻ്റെ സിനിമയെന്നാണ് ഒഴിവാകണത് പുള്ളിക്കാരത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർഷമാണ്. ഭയങ്കരമായിട്ട് ഞങ്ങള് സിനിമകളിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അല്ല പുകഴ്ത്തണ പോലെയല്ല. ഞാനിവിടെ ഈഗോ അടിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്നെ പോടുന്നത്. ഞാൻ പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്. മഞ്ജു ഞാനൊക്കെ പിന്നെ മൈസാൻ്റെ എന്ന് പറഞ്ഞ പടത്തിലാണ് ആ ടൈമിൽ അഭിനയിക്കണം. ആ ടൈമിൽ ഞങ്ങൾ അതിനു മുമ്പൊക്കെ പടത്തിൽ വിളിച്ചിട്ടുണ്ട്. ജയസൂര്യ പടത്തിലൊക്കെ അങ്ങ് ഒരുമിച്ച് വിളിച്ചിട്ടുണ്ട്. മൈസാൻ്റെ വെച്ചിട്ടാണ് ഈ മഞ്ജുവിൻ്റെ ഒരു രീതിയിൽ പോയി മഞ്ജു വീട് വെച്ചു. അപ്പം നമ്മളൊക്കെ വീടിലൊക്കെ കാണുമ്പോൾ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇങ്ങനെ അപ്പൊ ഒരു ഒട്ടും ജാടയില്ലാത്ത വിജയനാണെങ്കിലും ധർമ്മു ഒക്കെ ആണെങ്കിലും ഒട്ടും ജാടയില്ലാതെ ഇപ്പൊ വന്നപ്പോഴും അതെ എന്നെ ഒരുപാട് അറിയാവുന്ന. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര
കംഫർട്ടബിൾ ആയിരിക്കും. ആ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിനിമയായിരുന്നു ഈ പാളയം PC എന്ന് പറയുന്ന സിനിമ. ഞങ്ങള് എല്ലാരും കൂടി വട്ടം കൂടി വർത്താനം പറയും, ചെറിയ നടക്കാൻ പോകും, അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ലൊക്കേഷൻ ആയിരുന്നു. നിങ്ങൾ കോമഡി തന്നെയാണോ ഈ ഒരു മൂവിയിൽ ചെയ്തേക്കുന്നത്? കോമഡി അതോ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?